ഹായ് നമസ്കാരം. മഴ തോറും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് പോയാലോ. ഇത് എവിടെ പോയി? ഹലോ, ആളെ കാണുന്നില്ല. ഞാൻ റോബിച്ചായനോട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ മതിയോ? സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. വീട്ടിൽ തന്നെയല്ലേ? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. 2 മിനിറ്റ് മുൻവശത്തുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. റോബിച്ചായ, എന്തു മനസ്സിൽ കിടന്നല്ലോ വിളിക്കുന്നേ? ഞാനിവിടെ പോർച്ചിലുണ്ട്. ഇവിടെ എന്നാ പണി? എത്ര നേരിട്ട് ഞാൻ വിളിക്കുക? ഞാനേ വണ്ടിയുടെ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. എന്നാ കാര്യം? നിങ്ങൾക്കൊരു കോളുണ്ട്. അഞ്ജലിന്ന് റീതാമ്മ ചേച്ചിയാ, എൽസമ്മ ചേച്ചിയുടെ. എന്നാന്ന് പോലും പറഞ്ഞു? കുരിശാണല്ലോ. എന്നോടൊന്നും പറഞ്ഞില്ല. നിങ്ങളോട് തന്നെ സംസാരിക്കണമെന്ന് നിർബന്ധമായിരുന്നു. തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞപ്പോ കോളിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ കുരിശ് തന്നെ. ഹലോ റീതാമ്മ ചേച്ചി. റോബിയാണോടാ? റോബിയ. എന്തൊക്കെയുണ്ടോ വിശേഷം? വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഒന്നും അറിയാതെ അല്ലല്ലോ നീയൊക്കെ അവിടെ ഇരിക്കുന്നത്. റീതാമ്മ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അത് കൊള്ളാം. ഒന്നും അറിയാത്ത പോലെ നീയൊക്കെ അഭിനയിക്കല്ലേ. എല്ലാം അറിഞ്ഞ് കണ്ട് ബോധ്യം വന്നിട്ടാ ഈ റീതാമ്മ നിന്നെ വിളിക്കുന്നത്. കേട്ടറിഞ്ഞതിനേക്കാൾ ഗംഭീരമാണല്ലോ നിന്റെ ചേട്ടൻ സ്റ്റാൻലിയുടെ പുതിയ മകളും. അത് പിന്നെ റീതാമ്മ ചേച്ചി, ഈ സമയത്ത് ഇങ്ങനൊരു പ്രശ്നം ലാലിച്ചായൻ ഒപ്പിക്കുന്നത് ഞങ്ങൾ ആരും ഓർത്തില്ലെന്നേ. ഇപ്പൊ ഒപ്പിച്ചതല്ലോ, നേരത്തെ ഒപ്പിച്ചതിന്റെ ഫലം ഇപ്പൊ എടുത്തങ്ങ് തലേ വെച്ചു. അതാണല്ലോ സംഭവം. ഞാനിവിടെ എൽസമ്മയോടും പിള്ളേരോടും എന്ത് പറയണമെന്ന് വിചാരിച്ചിട്ട് ഒരെത്തും പിടിയില്ല. ഇത് തന്നെ ഞങ്ങളുടെ അവസ്ഥ. ലാലിച്ചായൻ കാണിച്ച മണ്ടത്തരത്തിന് എന്നാ ചെയ്യാനാ? അപ്പച്ചൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ലാലിച്ചായനോട് ആ പെണ്ണിനെ ഇറക്കി വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചനാകെ മനസ്സ് വിഷമിച്ചിരിക്കുക. കുടുംബത്തിന്റെ മാനം പോയില്ലേ. ലാലിച്ചായനോടാണെങ്കിൽ ആരെയും എന്തേലും പറഞ്ഞാ കേക്കോ മനസ്സിലാക്കോ വല്ലതും ചെയ്യൂ? അതുമില്ല. നിന്റെ അപ്പച്ചൻ അവിടെ ചെന്ന് അവളെ പറഞ്ഞു വിടാൻ പോയ കഥയൊന്നും പറയല്ലേ റോബി. നിന്റെ ചേട്ടനേക്കാളും കാരണവരാ ഇപ്പൊ അവക്ക് കൂട്ട്. വീട്ടിൽ കാണുമല്ലോ, ചോദിച്ചു നോക്ക് എന്നതൊക്കെയായിരുന്നു അവിടെ പരിപാടിയെന്ന്. അപ്പച്ചൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, കൊട്ടാരമറ്റത്തുകാർക്ക് നാണവും മാനവും വഴിയെ പോയിട്ടില്ലെന്ന്. ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കൂട്ട് നിൽക്കുവോ? ചേച്ചി ചുമ്മാ കാര്യങ്ങൾ അറിയാതെ വേണ്ടാതീനം പറയല്ലേ. ആ പെണ്ണിനെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന കാര്യം ലാലിച്ചായനോട് അപ്പച്ചൻ സംസാരിച്ചിട്ടുണ്ട്. അയ്യോടാ, വലിയ ഔദാര്യായിപ്പോയി. നീയൊക്കെ വലിയ കുടുംബ മഹിമയും അന്തസ്സും പറഞ്ഞു കിടന്നിട്ട് എന്ത് പറ്റി? ഇപ്പൊ അതൊന്നും വേണ്ടെന്നായോ കൊട്ടാരമറ്റത്തുകാർക്ക്? ഇവിടെ അന്തസ്സിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. ലാലിച്ചായൻ കാണിച്ചിട്ട് ഞങ്ങൾ തന്നെ വിളിച്ചു. അതിന് റോബി നട്ടെല്ല് വേണോന്ന് പറയുന്നത്. നിന്റെ അപ്പൻ കൊട്ടാരമറ്റത്ത് ഔതക്കുട്ടി പോയി സംസാരിച്ചിട്ടും ആ പെണ്ണ് അവിടെ തന്നെ ഉണ്ടല്ലോ, എങ്ങും പോയിട്ടില്ല. അവിടുത്തെ രാജകുമാരിയായിട്ട് വാഴിച്ചു വെച്ചിട്ടുണ്ട് നിന്റെ ലാലിച്ചായൻ. ഇവിടെ ആർക്കും നട്ടലിന് യാതൊരു വിലക്കുറവുമില്ല. എന്നിട്ട് എന്റെ ചേട്ടൻ ഇത്രയും വലിയ പോക്കരത്തനം കാണിച്ചിട്ടും സഹോദരങ്ങളൊന്നും പോയി ചോദിക്കാത്തെ? തെമ്മാടിത്തരം കാണിക്കുന്നത് സ്വന്തം അപ്പനാണേലും ചോദിക്കണമെന്നാ ഞങ്ങളുടെ ശീലം. അതിനാ നട്ടെല്ല് വേണോന്ന് പറയുന്നത്. ഇത് ചേട്ടനും അപ്പനും പറയുന്നത് കേട്ട് ഏറാമൂളി ഇട്ടിരിക്കുന്നവരാണെന്ന് ഞങ്ങളുടെ എൽസമ്മ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടപ്പോ അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ അങ്ങനെ തന്നെയാ, ചോദിക്കാനുള്ളത് ചോദിക്കുന്നേ. എന്നാ പോയി ചോദിക്കും നിന്റെ ചേട്ടന്റെ ഉദ്ദേശം എന്താണെന്ന്. അല്ലാതെ അവിടെ നിന്ന് വെറുതെ വർത്താനം പറയാതെ റോബി. ഒന്നുമില്ലേലും എന്റെ ചേച്ചിക്കും മക്കൾക്കും വേണ്ടിയാണെന്ന് വിചാരിച്ചാ മതി. ഞാൻ സംസാരിച്ചിട്ട് വിളിക്കാം ചേച്ചി. സംസാരിച്ചിട്ട് വിളിക്കുവോ? അതോ നിന്റെ അപ്പച്ചനെ പോലെ സംസാരിച്ചു കഴിയുമ്പോ പത്തി മടക്കി ഇരിക്കുവോ? ഞാൻ അപ്പച്ചനോട് ലാലിച്ചായനോട് സംസാരിച്ചിട്ട് റീതാമ്മ ചേച്ചി ഉറപ്പായിട്ടും വിളിക്കാം. റോബിയെ, ഞങ്ങൾക്കിത് വിട്ടുകളയാൻ യാതൊരു ഉദ്ദേശവും ഇല്ല. നിങ്ങളുടെ തീരുമാനം എന്തെന്ന് അറിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ കാര്യങ്ങൾ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ. കൊട്ടാരമറ്റത്തുകാർക്ക് ഇത് ഒതുക്കാനാ താല്പര്യമെന്ന് ഞങ്ങൾക്കറിയാം.
പിന്നെ ഇത്തിരിയെങ്കിലും ന്യായവും നാണവും മാനവും ബാക്കിയുണ്ടോന്ന് അറിയാനാ വിളിച്ചത്. ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലോ ഞാൻ വിളിക്കുമെന്ന്. കൊട്ടാരമറ്റത്തിലെ റോബിയ പറയുന്നത്. ഇനി ഞാനായിട്ട് നിങ്ങളൊന്നും വിളിക്കത്തില്ല. നീ വിളിക്ക. വിളിച്ചു കഴിയുമ്പോ ഞാൻ ബാക്കി പറയാം. പിന്നെ ഇത്രയെങ്കിലും നിന്നെയൊക്കെ വിളിച്ച് പറഞ്ഞില്ലെങ്കിലേ ഞാൻ പുളിക്കൽ തറവാട്ടിലല്ലെന്ന് എനിക്ക് തന്നെ തോന്നും. മനസ്സിലായി. ഔസേപ്പച്ചനും ആൽബർട്ടും ഒക്കെ വിവരം അറിഞ്ഞായിരുന്നോ? ആ അറിഞ്ഞായിരുന്നു. കൊള്ളാം. നല്ല അസല തറവാട്ടുകാര്. നല്ല ഒന്നാന്തരം കുരിശു വന്ന് കയറിയിട്ട് മിണ്ടാതിരിക്കുകയാണോ കുടുംബക്കാരെല്ലാം? നന്നായി. ശരിയെന്നാ, സംസാരമൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കും. ഞാൻ വച്ചേക്കുവാണേ. ശരി റീതാമ്മ ചേച്ചി, ഞാൻ വിളിക്കാം. റോബിച്ച, എന്നാ പറ്റി? എന്നതാ റീതാമ്മ ചേച്ചി പറഞ്ഞേ? മറ്റക്കാരെ അറിഞ്ഞോ അവര്? അത് തന്നെ കാര്യം. അറിഞ്ഞൊന്നു മാത്രമല്ല, അവിടെ പോയി കാണുകയും ചെയ്തു. ഷോ, നാണക്കേടായല്ലോ. എന്റെ വീട്ടിലെങ്ങാനും അറിഞ്ഞാ പിന്നെ അങ്ങോട്ട് പോവണ്ട കേട്ടോ. തല പൊക്കി ഒരുത്തരുടെ മുഖത്ത് നോക്കുന്ന കാര്യം പിന്നെ ആലോചിക്കണ്ട. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങക്ക് പിന്നെ ലാലിച്ചായനെന്ന് പറയുമ്പോ മുട്ടിടിക്കുമല്ലോ. ഇതുവരെ നിങ്ങളെന്താ ഇതിനെ കുറിച്ച് ലാലിച്ചായനോട് ചോദിക്കാത്തെ? അതിനെ കുറിച്ച് ചോദിക്കാനിരുന്നാ അപ്പഴാ അപ്പച്ചൻ പോയി സംസാരിക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ അപ്പഴേ അതിനെ കുറിച്ച് ചോദിച്ചേനെ. അതെ, ചോദിച്ചത് തന്നെ. അപ്പച്ചൻ പോയിട്ട് തിരിച്ചു വന്നു. അത് ഓർമ്മയുണ്ടോ? അപ്പച്ചനെന്തേ? ഇതങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. അവരെ കൂടെ എതിരായാലേ ഈ നാട്ടില് പിന്നെ തല പൊക്കി നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വിചാരം ഉണ്ടായാ കൊള്ളാം. ഞാൻ അപ്പച്ചന്റെ അടുത്ത് സംസാരിക്കട്ടെ. ചെല്ല് ചെല്ല്. ഞാൻ കുറച്ചു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാൻ ഒരുത്തരും ഉണ്ടാവില്ല. അപ്പച്ച, എന്നാടാ അപ്പച്ചൻ എന്തുകൊണ്ടെന്ന് പറഞ്ഞേ? ലാലിച്ചായന്റെ മോളാന്ന് പറഞ്ഞ് കുളത്തുപുഴയെ കൊണ്ട് നിർത്തിക്കുന്നത് ഒരു പാവം കൊച്ചാന്നല്ലേ? അതെ, ഞാനിങ്ങോട്ട് പോന്നപ്പം അതിന്റെ സ്വഭാവം മാറിയോ? അതിപ്പോ ഭയങ്കരിയായോ? അപ്പച്ചൻ എന്തിനാ ഞങ്ങളുടെ അടുത്ത് സത്യം പറയാതെ ഒളിച്ചു വെക്കുന്നേ? ഞാൻ എന്നതാടാ ഒളിച്ചു വെച്ചേ? ആ പെങ്കൊച്ചിനെ കൊണ്ട് ഒരു ശല്യമില്ല. അതെന്തേലും കൊടുത്താ കഴിച്ചിട്ട് അടങ്ങി ഒതുങ്ങി വല്ലോടത്തും ചുരുണ്ടുകൂടി കിടന്നോളും. അവൾ ആ വീട്ടിൽ ഉണ്ടോന്ന് പോലും ആർക്കും അറിയത്തില്ല എന്നൊക്കെയല്ലേ? അതെ, അതിനിപ്പോ എന്നാ വെച്ചെന്നാ ഞാൻ ചോദിക്കുന്നേ. ഇപ്പൊ റീതാമ്മ ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരെ വിളിച്ചു? എന്നെ എന്തിനെ വിളിച്ചു? ഇവൾ എന്റെ കയ്യിലേക്ക് ഫോൺ കൊണ്ടു തന്നത്. ഞാനാ കൊടുത്തത്. റീതാമ്മയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം പിടിയിട്ടില്ല. എടാ റോബി, കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഈ റീതാമ്മ നിന്നെ വിളിച്ചായിരുന്നോ? അവർക്ക് വിളിക്കാൻ സൗകര്യമില്ലായിരുന്നു, അവര് വിളിച്ചില്ല. അതിനെന്താ? ഇപ്പൊ വിളിച്ച എന്നെത്തിനാ? കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഏഷണി പറയാനുമല്ലേ? നല്ല കാര്യം എന്തെങ്കിലും പറഞ്ഞോ അവള് നിന്നോട്? ലാലിച്ചായം വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കുന്ന പെണ്ണിന്റെ കാര്യം പറയാനാ വിളിച്ചത്. അവളുടെ കാര്യം ഞാൻ നിന്നോട് വേണ്ട പോലെ പറഞ്ഞതല്ലായിരുന്നോ? പറഞ്ഞായിരുന്നു, പക്ഷേ അപ്പച്ചനെ ഒരുപാട് മയപ്പെടുത്തിയാ പറഞ്ഞത്. സൽഗുണങ്ങൾ മാത്രമുള്ള ഒരു പാവം പെങ്കൊച്ച്. അങ്ങനെ തന്നെയാ, അതിലെന്താ സംശയം? ഇപ്പൊ റീതാമ്മ ചേച്ചി പറഞ്ഞത് അവളൊരു യക്ഷിയാണെന്നാ. അവൾ അതും പറയും, അതിലപ്പുറവും പറയും. അവൾ ആരാ സാധനമെന്ന് നിനക്കറിയരുതോ? അനിയത്തിയുടെയും മക്കളുടെയും പേര് പറഞ്ഞ് ലാലിച്ചന്റെ പൈസ മാസം തോറും അമക്കുന്നവളല്ലേ? അപ്പച്ച, റീതാമ്മ ചേച്ചി കുളത്തൂപ്പുഴ പോയി ആ പെണ്ണിനെ കണ്ടിട്ട് വരുക. ഞാനും കണ്ടിട്ട് വന്നതല്ലേ? ഞാൻ പറയുന്നതാണോ അതോ ആ റീതാമ്മ പറയുന്നതാണോ നിനക്ക് വിശ്വാസം? അവൾ ലാലിച്ചായന്റെ കുളത്തൂപ്പുഴ എസ്റ്റേറ്റും ആ ബംഗ്ലാവും തീരെഴുതി മേടിക്കുമെന്നാ റീതാമ്മ ചേച്ചി പറഞ്ഞത്. ഇപ്പൊ തന്നെ ലാലിച്ചായൻ അവള് പറയുന്നത് കേൾക്കുള്ളൂന്നാ പറയുന്നേ. അവൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ലെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ പൗലോസിനെ വിളിച്ചു ചോദിച്ചു. അവന് കണ്ണെടുത്ത കണ്ടൂടാ. അവള് ഭയങ്കര ഭരണമാണെന്നാ പറയുന്നേ. മോളെ, നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ? നീ അവൾ അടുക്കള പിടിച്ചെടുക്കാൻ നോക്കി. പൗലോസ് സമ്മതിച്ചില്ല. ആന്റപ്പനെ അവളെ പീഡിപ്പിച്ച് നിർത്തിയേക്കുവെന്നും പറഞ്ഞു. അവളെ എല്ലായിടത്തും കൈ കടത്തുന്നുണ്ടെന്നാ പറഞ്ഞേ. ചുമ്മാ എല്ലാം നോണയാണ്. ഈ റീതാമ്മ ചേച്ചി അവിടെ പോയി വരും അപ്പച്ചൻ അറിഞ്ഞായിരുന്നോ?
അത് ഞാൻ എപ്പോഴേ അറിഞ്ഞു. ഞാൻ അലീനെ വിളിച്ചപ്പം അവള് പറഞ്ഞായിരുന്നു. റോബി, അത് ലാലിച്ചന്റെ മോള് തന്നെ, അതിന് ഒരു സംശയവും വേണ്ട. അങ്ങനെയാണെങ്കിൽ അവക്ക് എന്തെങ്കിലും അവകാശം ഇല്ലേ ആ വീട്ടിൽ? അതോ അവിടെ നിൽക്കുന്ന പണിക്കാരേക്കാൾ താഴെയാണോ അവിടെ സ്ഥാനം? അവകാശമൊക്കെ ഉണ്ട്, പക്ഷേ ലാലിച്ചായൻ മനസ്സറിഞ്ഞു കൊടുത്താലേ ഉള്ളൂ. അവൾക്ക് എല്ലാം കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയാൻ അവകാശമില്ല. ലാലിച്ചന്റെ മറ്റു മക്കളെ പോലെയുള്ള ഒരു അവകാശം അത്രയും മതിയെന്നേ. അത്ര പോലും അവകാശമില്ല അപ്പച്ച. അവൾ ഇന്നലെ വന്നവളല്ലേ, ഏതാ അവളുടെ തള്ള? മാനം മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് പ്രസവിച്ചതല്ലോ, ആണോ? പിന്നെ എങ്ങനെയാ ലാലിച്ചായന്റെ മറ്റു മക്കളുടെ ഒപ്പം അവകാശം കിട്ടുന്നേ? എടാ റോബി, അവനെ നീ ഒന്നും പഠിപ്പിക്കില്ല കേട്ടോ. അവനറിയാം എന്നാ ചെയ്യണോന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവന് ഇഷ്ടമുള്ളതേ ചെയ്യത്തുള്ളൂ. നേരാമണ്ണം സർവീസ് നോക്കിയിരുന്നെങ്കിൽ കരസേനാ മേധാവി ആകേണ്ടവനവൻ. അവന് താല്പര്യമില്ലാഞ്ഞിട്ട് ഇട്ടിട്ട് പോന്നതാ. വേറെ വീമ്പ് പറയില്ല അപ്പച്ച. റീതാമ്മ ചേച്ചി ഇപ്പൊ ആൽബിചായനെ വിളിച്ചോണ്ടിരിക്കുക. ആൽബിചായനെ മാത്രമല്ല, സകലരോടും അവര് വിളിച്ചു പറയും. റീതാമ്മ ഇത് നാട് മുഴുവൻ പരത്തും. അവള് പരത്തട്ടടാ. അപ്പച്ചന് പിന്നെ നാണോ മനൊന്നും അറിയുന്നില്ലല്ലോ. ആരാ? തുറന്നു കേട്ടോ. ഇവിടെ വെറുതെ ഇരിക്കുകയാണോ? അല്ലാതെ എന്തേ? ഒരു ജോലിയില്ലല്ലോ. ഊണ് കഴിക്കാൻ സമയമായി. പപ്പ പോയി കഴിച്ചു. നീ കഴിക്കുന്നില്ലേ? ഇല്ല. രാവിലെ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. ഞാൻ ഉപവാസത്തിലായതുകൊണ്ടാ. നീ ഭക്തിക്കാരിയാണോ? ധ്യാനം, പ്രാർത്ഥന, ഉപവാസം. എന്റെ ഉപവാസം ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാ. അത് കൊള്ളാമല്ലോ. എന്താ നിന്റെ ലക്ഷ്യം? ഇവിടുത്തെ അടുക്കളയില് കുറെ അധികം ഭക്ഷണം വെറുതെ നശിപ്പിക്കുന്നുണ്ട്. എന്റെ ഭക്ഷണ ചെലവ് കുറച്ചുകൊണ്ട് ഞാൻ ആ പാപത്തിന് പരിഹാരം ചെയ്യുക. വേസ്റ്റായി പോകുന്ന ഫുഡ് കളയുന്നതാണോ അലീന മഹാപാപം? വേസ്റ്റായി പോകുന്നതല്ല, ആവശ്യത്തിന് വളരെ കൂടുതൽ വേവിച്ചുണ്ടാക്കി മിച്ചം വരുത്തി കളയുക ചെയ്യുന്നത്. നീ ഫാസ്റ്റിംഗ് നടത്തിയാൽ അതിനെന്ത് മാറ്റം വരാനും? ഇതെന്റെ സമരമാ പപ്പ. എനിക്കെതിരെ അല്ലേ? ഈ ലോകത്ത് ഓരോ 10 സെക്കൻഡിലും ഓരോ കുട്ടി വീതം ആഹാരം കിട്ടാതെ മരിക്കുന്നുണ്ട്. ഒന്ന് ഓർത്ത് നോക്കി, ഒരു പിടി ഭക്ഷണം വെറുതെ കളയാൻ നമുക്ക് റൈറ്റ് ഉണ്ടോ? ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. ഞാൻ പേ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്റെയാണ്. അതിന്റെ ഫുൾ റൈറ്റ്സും എനിക്ക് തന്നെയാണ്. അല്ല പപ്പ, ആ പൈസ പോലും ശരിക്കും പപ്പയുടെ അല്ല, മറ്റുള്ളവരുടെ അധ്വാനത്തിൽ നിന്നാണ് ആ പൈസ വരുന്നത്. പപ്പ പറയും റബ്ബർ തോട്ടത്തിൽ നിന്നാണെന്ന്. ആ റബ്ബർ നിൽക്കുന്ന മണ്ണ് പപ്പയുടേതാണോ? എന്റെയാണ്. ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാ. ആ മണ്ണ് മുഴുവൻ മാന്തി എടുത്ത് പപ്പയ്ക്ക് വിൽക്കാൻ പറ്റുമോ? ഒരു 10 അടി ആഴത്തിൽ മണ്ണ് മാറ്റാൻ പപ്പയ്ക്ക് അധികാരമുണ്ടോ? റവന്യൂ വകുപ്പ് വന്ന് പിടിക്കും, കേസാവും. മണ്ണെടുക്കാൻ പാസ് കിട്ടും, അപ്ലൈ ചെയ്താൽ മതി. എത്ര അടി മണ്ണെടുക്കാൻ പറ്റും? 100 അടി താഴ്ത്തി എടുക്കാൻ പറ്റുമോ? 50 അടി? അനുവാദം കിട്ടുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? രാജ്യത്തിന്റെ ആണ് ആ മണ്ണ്. നമുക്ക് കുറച്ച് മേൽമണ്ണിന്റെ അവകാശം മാത്രമേ ഉള്ളൂ. അലീന, നിന്നോട് തർക്കിച്ചാൽ എനിക്ക് ദേഷ്യം വരും. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. നിന്റെ സമരം നടക്കട്ടെ.
കാർ കാണുന്നില്ല. പുറത്തോട്ടിറങ്ങിയതാ, ഇപ്പൊ വരും. അൽബശാൻ കേറിയിരിക്കും. അവരെങ്ങോട്ട് പോയതാ? പള്ളിയിലോട്ട് 2 ചാക്ക് സിമന്റ് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു. അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. റോബിച്ചാൻ ഇപ്പൊ കൈക്കാരനാണല്ലോ. ഇപ്പൊ വരൂന്നേ. അല്ല, അപ്പച്ചനോടെ? കൊളത്തുപുഴയ്ക്ക് പോയി. മിനിഞ്ഞാന്നല്ലേ അവിടുന്ന് വന്നത്? ആ, രാവിലെ സ്ഥലം വിട്ടു. റോബിച്ചായനും അപ്പച്ചനും കൂടെ ലാലിച്ചായന്റെ മോടെ കാര്യവും പറഞ്ഞ് കുറെ തർക്കിച്ചായിരുന്നു. അപ്പച്ചൻ കുളത്തൂപ്പുഴയിലോട്ട് സ്ഥിരതാമസമാക്കാനാണ് ഉദ്ദേശം? എനിക്കറിയാൻ മേല. റോബിച്ചായനോട് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ആ, ദാ വരുന്നുണ്ടല്ലോ. ആൽബിച്ചായ എന്നെ പോന്നു. ആ, ഇപ്പൊ വന്നോളടാ. നീ വരാൻ വേണ്ടി നിൽക്കിയിരുന്നു. കേറിയിരിക്കാൻ മേലായിരുന്നോ? വാ. റാണിമോളെ, റാണിമോളെ, ഇതെന്തൊരു ഇരിപ്പാ റാണിമോളെ? ഇതെന്തെങ്ങനെ മുടി വാരിയിട്ട് മുഖം മറിച്ചിരിക്കുന്നത്? എന്നെ ആരും കാണണ്ട. ഇങ്ങനെ ഇരുന്നാ മതിയോ? പലതും കഴിക്കണ്ടേ? എനിക്ക് ടോണിച്ചായനെ കാണണം. ടോണി ഇവിടെ ഇല്ലല്ലോ. എവിടെയാണെങ്കിലും കാണണം. ടോണി നീ തമ്മിൽ വേർപിരിഞ്ഞില്ലേ? ഇല്ല, പിരിഞ്ഞിട്ടില്ല. എന്നെ ഇവിടെ വിട്ടിട്ട് പോയതോ. പക്ഷേ പിന്നെ വന്നില്ലല്ലോ. വന്നു വന്നു വേറെ കുറെ പേരുടെ കൂടെ വന്നപ്പോ ഞാൻ കണ്ടായിരുന്നല്ലോ. ഓ, അതവര് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ? എന്നാലും എന്നെ കാണാൻ വന്നല്ലോ. ഇപ്പൊ എന്നതാ നിന്റെ ഉദ്ദേശം? എനിക്കെന്റെ കൊച്ചിനെ വേണം. ടോണിച്ചനെ കണ്ടാൽ എങ്ങനെയാ കൊച്ചിനെ കിട്ടുന്നത്? റാണിമോൾക്കൊരു കൊച്ചുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടല്ലേ ടോണിച്ചനെ ഉപേക്ഷിച്ചത്. എനിക്ക് ടോണിച്ചായനെ വേണം. എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു ടോണിച്ചായന്. റാണിമോളെ, നീ അതെല്ലാം വിട്ടേക്ക്. നിനക്ക് കൊച്ചിനെയും കിട്ടത്തില്ല, ടോണിച്ചായനെയും കിട്ടത്തില്ല. ടോണിച്ചായൻ എന്നോട് പറഞ്ഞേ, എനിക്ക് വാക്കം തന്നിട്ടാ പോയത്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നിനക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ വാ, ഞാൻ എടുത്തു തരാം. അപ്പച്ചൻ എന്തി? എനിക്കിപ്പൊ കാണണം. അപ്പച്ചൻ കുളത്തൂപ്പുഴയ്ക്ക് പോയി. അവിടെ നിന്നല്ലേ വന്നത്? പിന്നെ പോയോ? അവിടെ ഒരു പെങ്കൊച്ചുണ്ട്. ഓർഫനേജിന്ന് ലാലിച്ചായൻ ദത്തെടുത്തതാണെന്നാ പറയുന്നേ. ഓർഫനേജോ? അയ്യോ, എന്റെ മോളാണോ? നിന്റെതൊന്നും അല്ല, ലാലിച്ചന്റെ മോളാണെന്നാ പറയുന്നേ. ഓർഫനേജിലായിരുന്നല്ലോ എന്റെ മോളും. ഈ പെങ്കൊച്ചിന് 23 വയസ്സുണ്ടെന്ന്. അതെങ്ങനെയാ നിന്റെതാവുന്നേ? ആണോ? എനിക്ക് ടോണിച്ചായനെ കാണണം. ടോണിച്ചായനെ അറിയാം എന്റെ കുഞ്ഞ് എവിടെയാന്ന്. റാണിമോളെ, നീ എങ്ങോട്ടേ പോകുന്നേ?